ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലേവ്യരുടെ പുസ്തകത്തിലെ വിവിധങ്ങളായിട്ടുള്ള ബലികളെക്കുറിച്ച് അവതരിപ്പിച്ചതിന് ശേഷം ഇനിയുള്ള ഒരു വലിയ ഒരു കർമ്മമാണ് പുരോഹിതന്റെ കുറിച്ചുള്ള ചിന്തകൾ. കാരണം ബലിയർപ്പണത്തിന് ആവശ്യമായിരിക്കുന്ന ബലിവസ്തുവിനോടൊപ്പം തന്നെ ബലിയർപ്പണത്തെ പൂർണ്ണമാക്കുന്നത് പുരോഹിതന്റെ സാന്നിധ്യമാണ്. പുരോഹിതനില്ലെങ്കിൽ ബലിയർപ്പണം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പൗരോഹിത്യത്തെ അത്രമാത്രം ശ്രേഷ്ഠമായി പഴയ നിയമം പ്രധാനമായിട്ട് കാണുന്നത്. അതുകൊണ്ട് പുരോഹിതന്റെ ആ വലിയ മഹത്വത്തെ, മാലാഖമാർ പോലും പുരോഹിതന് മുമ്പിൽ മുട്ടുകൾ മടക്കുന്ന ആ വലിയ മഹത്വത്തെയാണ് നമ്മൾ കാണുക. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവജനത്തിൽ നിന്ന് ദൈവജനത്തിനു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുരോഹിതൻ. നമ്മൾ കണ്ട ലേവ്യരുടെ പുസ്തകത്തിലെ ഓരോ ബലികളിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നത്, ആ ബലിയർപ്പണം പൂർണ്ണമാകുന്നത് അഹ്റോനും അഹ്റോന്റെ പുത്രന്മാരും ബലിവസ്തുവിൻ്റെ രക്തമെടുത്ത് ബലിപീഠത്തിലും ചുറ്റുമൊഴിക്കുകയും അതുപോലെ തന്നെ ബലിപീഠത്തിൽ അവയുടെ മാംസം ദഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതുകൊണ്ട് ഈ പുരോഹിതൻ്റെ റോളെന്ന് പറയുന്നത് ബലിപീഠവുമായിട്ട് ബന്ധപ്പെട്ട റോളാണ് പുരോഹിതനുള്ളത്. ബലിപീഠം എന്നത് ദൈവത്തിന് സമർപ്പിക്കുന്ന കാഴ്ചകൾ അർപ്പിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ബലിപീഠം സ്ഥാപിതമായിരിക്കുന്ന ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. ബലിപീഠം സ്ഥാപിതമായിരിക്കുന്നത് ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധ സ്ഥലത്തിന് മുമ്പായിട്ടാണ് ബലിപീഠം സ്ഥാപിതമായിരിക്കുക. യഹൂദ മതപ്രകാരമുള്ള ദേവാലയത്തിൻ്റെ പ്രത്യേകത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു കോർട്ട്യാർഡ് കാണും. ആ കോർട്ട്യാർഡിൻ്റെ ഇങ്ങേ അറ്റത്ത് ഒരു ബലിപീഠം കാണും. ആ ബലിപീഠത്തിലേക്കാണ് ബലിവസ്തുക്കൾ എല്ലാവരും കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ആ ഭാഗത്ത് കോർട്ട്യാർഡ് എന്ന് പറയുന്ന ആ പ്രദേശത്തിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റും. എന്നാൽ ബലിപീഠത്തിലേക്ക് അടുത്തേക്ക് ലേവ്യരും അതുപോലെ തന്നെ പുരോഹിതനും മാത്രമേ പ്രവേശിക്കാവുള്ളൂ. ആ ബലിപീഠത്തെ വിശുദ്ധീകരിക്കണം, എപ്പോഴും വെള്ളം കൊണ്ട് കഴുകണം, വിശുദ്ധീകരിക്കണം. അതുപോലെ തന്നെ ബലിപീഠത്തിന് ശേഷം പടികളിലായിട്ട് ഉയരുമ്പോഴാണ് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. വാഗ്ദാനപേടകം ഇരിക്കുന്ന സ്ഥലം അത് വിരി കൊണ്ട് മറച്ചിരിക്കുന്നു. അതിലേക്ക് പ്രവേശിക്കുന്നത് പുരോഹിതന് മാത്രമേ ഉള്ളൂ. അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഇന്നർ കോർട്ടിലേക്ക് അല്ലെങ്കിൽ അകത്തെ അറയിലേക്ക് ആണ്ടിൽ ഒരിക്കൽ മാത്രമാണ് പ്രധാനപ്പെട്ട പുരോഹിതൻ പ്രവേശിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട പുരോഹിതൻ അവിടെ പ്രവേശിച്ച യാഗങ്ങളും കർമ്മങ്ങളും തിരികെ വരുന്ന ദിവസമാണ് പാപപരിഹാര ദിനം എന്ന് യോം കിപ്പൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് പ്രധാനമായിട്ടും ദേവാലയത്തിൻ്റെ ഘടന. അതുകൊണ്ട് പുരോഹിതൻ്റെ വംശം, അഹ്റോന്റെ വംശം, ലേവി ഗോത്രത്തെ ദൈവമായ കർത്താവ് പ്രത്യേകമായിട്ട് സീനായ് മലയുടെ മുകളിൽ നിന്ന് മോശ വഴിയായിട്ട് തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ ശുശ്രൂഷകരാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിലെ പുരോഹിത വംശത്തെ തിരഞ്ഞെടുക്കുകയാണ്. അതായത് ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിത വംശം. എല്ലാ ലേവ്യരും പുരോഹിതരാണോ? എല്ലാ ലേവ്യരും പുരോഹിതരാണമെന്നില്ല. അതിനുള്ളിൽ ഒരു പുരോഹിത വംശത്തെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 28, 29 അധ്യായങ്ങളിൽ കാണുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പുരോഹിതൻ്റെ ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 8, 9 അധ്യായങ്ങളിൽ തെളിഞ്ഞു വരുന്നത്. അതിൻ്റെ നേരെ പകർപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നത്, പുരോഹിതനെ മോശ അഹ്റോനെയും അഹ്റോന്റെ മക്കളായ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവരെ, ഈ 4 മക്കളെ പുരോഹിതരായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. അഹ്റോന്റെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നു. എങ്ങനെയാണ് അഹ്റോനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുന്നത്? ഒന്നാമതായി നമ്മൾ കാണുന്നത് പുരോഹിതന്റെ വസ്ത്രങ്ങളെ കുറിച്ചാണ്. പുരോഹിതന് എന്തുകൊണ്ടാണ് പുരോഹിതന്റെ വസ്ത്രം ഉണ്ടാകണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അതാണ് പുറപ്പാടിന്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനം പറയുന്നത്. നിന്റെ സഹോദരനായ അഹറോന് മഹിമയും അഴകും നൽകുന്നതിന് അവനു വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കുക. രണ്ടാമതായിട്ട് അതേ വാക്യങ്ങൾ വീണ്ടും കാണുന്നുണ്ട്. 40-ാമത്തെ വാക്യം 28-40. അഹ്റോന്റെ പുത്രന്മാർക്ക് മഹിമയും അഴകും ഉണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കുക. ഇതാണ്
പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് വസ്ത്രങ്ങൾ മഹിമയും അഴകും ഉണ്ടാകാൻ വേണ്ടി, അവർക്ക് മഹിമയും അഴകും ആ മഹിമയും അഴകും എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്. അതെങ്ങനെയാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്നത് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായി, ഇവർ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്, എല്ലാവരിൽ നിന്നും മാറ്റിവെക്കപ്പെട്ട വ്യക്തികളാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ കർത്താവിൻ്റെ പക്ഷത്തുള്ളവരാണ് നിങ്ങൾ, അതിനാൽ നിങ്ങളെ ദൈവം മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സെപ്പറേഷൻ ആവശ്യമാണ്, ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുമുള്ള സെപ്പറേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് പുരോഹിത വസ്ത്രത്തിന് ഒരു പ്രത്യേക അഴകുണ്ടാകണം, മഹിമയുണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എസെക്കിയേലിന്റെ പുസ്തകത്തിലെ 44-ാമത്തെ അധ്യായത്തിലും പ്രധാനമായിട്ടും പൗരോഹിത്യത്തെ സ്ഥാപിക്കുന്നതിലൂടെ പുരോഹിതന് ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കണം. അവൻ ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങൾ ചണമുള്ള വസ്ത്രം, ലിനൻ ക്ലോത്തുകളായിരിക്കണം. അവൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് വെടിപ്പുണ്ടാകണം. അതുപോലെ തന്നെ അവൻ്റെ വസ്ത്രങ്ങൾ ഇടുന്നതിലൂടെ യാതൊരു വിധത്തിലുള്ള മോശമായിട്ടുള്ള സ്മെല്ലുകൾ കടന്നു വരാൻ പാടില്ല. അതുകൊണ്ടാണ് ചണവസ്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇത് ആദ്യ ദേവാലയത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പുരോഹിതൻ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് നടത്തുന്ന പൗരോഹിത്യ വസ്ത്രങ്ങളൊക്കെ ആദ്യ ദേവാലയത്തിലൊക്കെ കാണാൻ സാധിക്കും. ഇത് മിക്കവാറും വീണ്ടും ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ദേവാലയത്തിൽ സോളമൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേവാലയത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന പുരോഹിതന്മാർ സാദോക്ക് വംശക്കാരായ പുരോഹിതന്മാരായിരുന്നു. കാരണം നമുക്കറിയാം, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ സോളമൻ രാജാവ് തൻ്റെ രാജ്യത്തെ വിസ്തൃതമാക്കുന്ന അവസരത്തിൽ അബിയാത്തർ, ഏലിയുടെ പുത്രന്മാരായ പിനഹസിൻ്റെയും ഹോഫ്നിയുടെയും വംശത്തിൽപ്പെട്ട അബിയാത്തർ എന്ന് പറയുന്ന പുരോഹിതനായിരുന്നു ദാവീദ് രാജാവിൻ്റെ കാലം വരെ ദേവാലയത്തിൻ്റെ വാഗ്ദാന പേടകത്തിന് ശുശ്രൂഷ ചെയ്തത്. എന്നാൽ അബിയാത്തറിനെ മാറ്റി സാദോക്ക് എന്ന് പറയുന്ന ഒരു വംശത്തെ സോളമൻ രാജാവ് നിശ്ചയിക്കുന്നതിലൂടെ ഒരു പുതിയ പൗരോഹിത്യം അവിടെ കടന്നു വരികയാണ്. ആ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 44-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പൗരോഹിത്യത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. പുരോഹിതൻ ഇടുന്ന വസ്ത്രങ്ങൾ ഒരിക്കലും ജനത്തിന്റെ മധ്യത്തിലേക്ക് അത് കൊണ്ടുപോകരുത്. കാരണം ദേവാലയ ശുശ്രൂഷയ്ക്കായി ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളൊന്നും തന്നെ ജനത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അത് ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശങ്ങളും ഈ എസെക്കിയേലിന്റെ പുസ്തകം 44-ാം അധ്യായം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണുന്നത്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പുരോഹിതനെ സക്കറിയായുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പുരോഹിതൻ, ആ പുരോഹിതന്റെ പേരാണ് ജോഷുവ ഹൈ പ്രീസ്റ്റ്, ആ പ്രധാന പുരോഹിതനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ ദേവാലയം ഇല്ലാതിരുന്ന സമയത്ത് പുരോഹിതന്മാർക്ക് ജോലിയില്ലായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷ അപ്രസക്തമായിരുന്നു. പുരോഹിതന്റെ പാപം മൂലമാണ് ജനം പ്രവാസകാലത്തേക്ക് പോയത്. ഇങ്ങനെ പുരോഹിതൻ മലീമസമായിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ ഭാവത്തെയാണ് സക്കറിയായുടെ പുസ്തകം 3-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുക. മലീമസമായ പൗരോഹിത്യത്തിന്റെ ഭാവം. ഇങ്ങനെ മലീമസമായ പൗരോഹിത്യത്തെ മഹിമയും അഴകും ഉളവാക്കാൻ വേണ്ടി അന്ന് അവിടെ പറയുകയാണ്, ആ സക്കറിയായുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ ദർശനത്തിൽ പറയുകയാണ്, മാലാഖയോട് പറയുന്നു, നീ അവൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി അവനൊരു മേലങ്കി കൊടുക്കുക, ഒരു തലപ്പാവ് ഇടുക, ഒരു ഏഫോദ് ധരിപ്പിക്കുക, അങ്ങനെ അവൻ ശുദ്ധിയുള്ളവനായിട്ട് തീരട്ടെ. അങ്ങനെയാണ് പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇങ്ങനെ ശോഭയുള്ള ഒരു വസ്ത്രം ധരിക്കണം എന്നത് കൃത്യമായ ഒരു നിർദ്ദേശമാണ് പഴയ നിയമത്തിൻ്റെ ആരംഭം മുതൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ സഭയിൽ ഒക്കെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ശോഭയുള്ള വസ്ത്രം പുരോഹിതൻ തൻ്റെ വിശുദ്ധീകരണ കർമ്മത്തിനായിട്ട് കൂദാശകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ശോഭയുള്ളത് ഇടുന്നത് പുരോഹിതത്തിൻ്റെ ധാരാളിത്തം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവൻ മഹിമയും അഴകുമുള്ളവനായി ദൈവത്തിൻ്റെ മഹത്വത്തെ സ്വീകരിക്കുന്ന വ്യക്തിയാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്
ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തില് എങ്ങനെയാണ് ഈ വസ്ത്രങ്ങൾ നെയ്തെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. സ്വർണ്ണ നൂലുകൾ, ചണനൂലുകൾ എന്നിവയെല്ലാം സംയോജിപ്പിച്ച് ലോകത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള നൂലുകളെല്ലാം സംയോജിപ്പിച്ച് അത് പൂർണ്ണതയിൽ എത്തിച്ചു വേണം. അതുകൊണ്ട് വേണം ഈ വസ്ത്രങ്ങൾ നെയ്തെടുക്കാൻ. ഇത് നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളാണ്. അതായത് അന്ന് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും മഹോന്നതമായിട്ടുള്ള നൂലുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇനി ഇതിന്റെ വസ്ത്രങ്ങൾ എടുത്ത് നോക്കി ഒരു പുരോഹിതൻ എങ്ങനെ ഇരിക്കും? ഒരു ആദ്യത്തെ വസ്ത്രം, അദ്ദേഹം ഇടുന്ന വസ്ത്രങ്ങളൊന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ 28-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നു. നീളമുള്ള ഒരു പുറംകുപ്പായം, ചണം കൊണ്ട് നെയ്തെടുത്ത അരപ്പട്ട, ചണനൂൽ കൊണ്ടുണ്ടാക്കിയ തലപ്പാവ്, നഗ്നത മറച്ചിരിക്കുന്ന കാൽച്ചട്ട, ചണവും കമ്പിളിയും സ്വർണ്ണനൂലുകളും ചേർത്ത് നിർമ്മിച്ച ഇസ്രായേൽ ഗോത്രങ്ങളുടെ നാമങ്ങൾ വഹിക്കുന്ന ഏഫോദ്, അതിനോട് ചേർത്ത് ധരിപ്പിക്കുന്ന വിശുദ്ധ തകിട്, ആ തകിടിന്മേൽ കർത്താവിന് വിശുദ്ധമായത് എന്ന് എഴുതിയിരിക്കുന്നു. ഉരസ്ഥാരണത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾ പതിച്ചിരിക്കുന്നു. ഉറീമും തുമ്മീമും, ശരി തെറ്റ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വസ്ത്രം ഏഫോദിന് മുകളിൽ സ്ഥാപിച്ചിരുന്നു. ഇതാണ് ഒരു പുരോഹിതന്റെ രീതി എന്ന് പറയുന്നത്. ഏഫോദ് എന്ന് പറയുന്നത് അത് ഒരു വിശിഷ്ടമായ വസ്തുവാണ്. കാരണം ഏഫോദ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഏഫോദ് ധരിക്കുന്ന പുരോഹിതൻ, ആ പുരോഹിതൻ ദൈവത്തിനെ പ്രതിനിധാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ദൈവത്തിന്റെ സന്ദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തിയും കൂടിയാണ് ഏഫോദ് ധരിക്കുന്ന പുരോഹിതൻ. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകത്തിന്റെ 14-ാമത്തെ അധ്യായത്തിൽ ഏഫോദ് ധരിച്ച എലയാസർ എന്ന് പറയുന്ന പുരോഹിതന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ജനത്തിന്റെ അല്ലെങ്കിൽ ഗോത്രങ്ങളുടെ പേരുകൾ എഴുതിയ ഒരു ലോട്ട്, ഗൊറാൽ എന്ന് പറയുന്ന ഒരു ലോട്ട് ഇടുന്നത്. ആ ലോട്ട് ഇടുന്നതിലൂടെ ഓരോ ദേശക്കാർക്കും ഓരോ സ്ഥലങ്ങൾ കിട്ടുകയാണ്. അപ്പൊ ഏഫോദ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സന്ദേശം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഏഫോദിന്റെ ഉള്ളിൽ ഇടുന്ന ഉരസ്ഥാരണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കല്ലുകൾ പതിപ്പിച്ച ബ്രസ്റ്റ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ പേരുകൾ ധരിപ്പിച്ച ഒരു പുരസ്കാരണമാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന്റെ നാമം, ഗോത്രങ്ങളുടെ നാമം പേറുന്നവനാണ്. ജനത്തിന്റെ മധ്യസ്ഥനായിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ മധ്യസ്ഥനാണ് പുരോഹിതൻ. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് ദൈവജനത്തിൽ നിന്നും ദൈവജനത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിതൻ. അതാണ് പുരോഹിതന്റെ ധർമ്മം എന്ന് പറയുന്നത്. ജനത്തിനു വേണ്ടി നിലനിൽക്കേണ്ടവനാണ് പുരോഹിതൻ. അതുകൊണ്ടാണ് അവിടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതിയിരിക്കുന്ന കല്ലുകൾ പതിപ്പിച്ചിരിക്കുന്നത്. ഒരു തലപ്പാവ് ഉണ്ടായിരിക്കണം. ആ തലപ്പാവിന്മേൽ കർത്താവിന് വിശുദ്ധമായത് എന്ന് കൃത്യമായിട്ട്, ഇത് സെപ്പറേറ്റഡ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്യം ഉണ്ടായിരിക്കണം. ഇതാണ് പുരോഹിതന്റെ വസ്ത്രത്തിന്റെ പ്രത്യേകത. ഉറീമും തുമ്മീമും എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയാണോ തെറ്റാണോ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഉറീം തുമ്മീം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്ത്രം എന്ന് പറയുന്നത്. അതിൽ ഏഫോദിനോട് ചേർത്തുള്ള ഉരസ്ഥാനത്തിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. രാജ്യത്തിന് പൊതു താല്പര്യമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വിഷമം നേരിടുന്ന അവസരത്തിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കന്യാത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളിലൊക്കെ ഏഫോദിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഉറീമും തുമ്മീമും ദൈവസാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കും. ഗിദയോൻ എന്ന് പറയുന്ന ന്യായാധിപൻ, പ്രത്യേകമായിട്ട് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിലാണ് കാണപ്പെടുന്നത്. ആ ന്യായാധിപൻ മിദ്യാൻകാരുമായിട്ട് യുദ്ധം ചെയ്ത് തിരിച്ചു വരുന്ന അവസരത്തിൽ എല്ലാവരും രാജാവാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം വിസമ്മതിച്ചു. അതിനുശേഷം അദ്ദേഹം ചെയ്തത് ഒരു മനോഹരമായിട്ടൊരു ഏഫോദ് ഉണ്ടാക്കി, സ്വർണം കൊണ്ടുള്ള ഏഫോദ് ഉണ്ടാക്കി. ആ ഏഫോദിന്റെ അടുത്തേക്ക് ആളുകളെ ക്ഷണിച്ചു. നോക്കിക്കേ, ഇതെല്ലാം സൂചിപ്പിക്കുക പുരോഹിതന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം വെളിവാക്കുന്ന ഒരു സാന്നിധ്യമാണ്. അതുമാത്രമല്ല, ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഒരു സാന്നിധ്യമാണ്. അതുകൊണ്ട് പുരോഹിതനെ സമീപിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വത്തെ ദൈവത്തിൽ നിന്ന് ഉള്ള അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പുരോഹിതന്മാര് ഒരുങ്ങിയിരിക്കുന്നു. ഇതാണ് പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത. ഇതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ലേവ്യരുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പുരോഹിതനെ
അഭിഷേകം ചെയ്യേണ്ടത്. അതിൻ്റെ ഓരോ ഭാഗങ്ങളിലെ കുറിച്ചും അതുപോലെ തന്നെ അഭിഷേക സമയത്ത് അർപ്പിക്കുന്ന ബലികൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് 7 ദിവസത്തെ അഭിഷേക കർമ്മമാണ് എട്ടാമത്തെ ലേവ്യരുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 7 ദിവസത്തെ അഭിഷേക കർമ്മം. 7 ദിവസം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പിന്നീട് പറയുന്നതായിരിക്കും. ആദ്യത്തെ രംഗത്തിലേക്ക് പോകാം. പുരോഹിതന്റെ വസ്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി 8-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പുരോഹിതനെ അഹറോനെ എങ്ങനെ അഭിഷേകം ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകുന്നു. 6-ാമത്തെ വാക്യത്തിൽ, അനന്തരം മോശ അഹറോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി. എങ്ങോട്ടേക്കാ മുൻപോട്ട് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക അവരെ സമാഗമ കൂടാരത്തിന് മുൻപോട്ട് കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു. അതായത് ഇത്രയും നാളും പുരോഹിതൻ എവിടെയായിരുന്നു എന്ന് നമുക്കറിയാം. വാഗ്ദാന പേടകത്തിന് മുമ്പ് നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ മാറി നിൽക്കുകയാണ് പുരോഹിതൻ ചെയ്യുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. മാറി നിൽക്കുന്ന പുരോഹിതനെ, ദൈവത്തിന്റെ മഹത്വം കാണാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന പുരോഹിതനെ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കൈകൾ കഴുകുന്നു. അഹറോനെ കുപ്പായം അണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു. അതിനുമീതെ ഏഫോദ് അണിയിച്ചു. ഏഫോദിന്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവരെ തലയിൽ ചുറ്റി. പിന്നീട് ഉരസ്ഥാരണം ധരിപ്പിച്ചു. അത് ഉറീമും തുമ്മീമും നിക്ഷേപിച്ചു. തലപ്പാവ് ധരിപ്പിച്ചു. ഇതാണ് പുരോഹിതന്റെ വസ്ത്രങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് പുരോഹിതൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചിരുന്നത്. 2, അഭിഷേക തൈലം എടുക്കുന്നു. അന്നെ അഭിഷേകമാണ്. അഭിഷേക തൈലം എടുത്ത് ആദ്യം കൂടാരം, അതിലുള്ളതെല്ലാം അഭിഷേകം ചെയ്യുന്നു. അതിൽ കുറച്ചെടുത്ത് ബലിപീഠത്തിൽ 7 പ്രാവശ്യം തളിക്കുന്നു. ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളന പാത്രവും ചെയ്യുന്നു. പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹറോനെ വിശുദ്ധീകരിക്കുന്നു. ഇതിന്റെ ക്രമം നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമാണ്. കൂടാരം, ബലിപീഠം, ബലിവസ്തുക്കൾ, അതിനുശേഷം പുരോഹിതൻ. അതേ തൈലം കൊണ്ട് തന്നെയാണ് പുരോഹിതനെ ഇവിടെ അഭിഷേകം ചെയ്യുന്നത്. കൂടാരവും ബലിവസ്തുവും ബലിപീഠവും ഒക്കെ അഭിഷേകം ചെയ്യാൻ ഉപയോഗിച്ച അതേ തൈലം കൊണ്ട്, ആ തൈലങ്ങളുടെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ്, അതിനുശേഷമാണ് പുരോഹിതനെ അഭിഷേകം. ഇത് സൂചിപ്പിക്കുന്നത് പുരോഹിതന്റെ അഭിഷേകം എന്ന് പറയുന്നത് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേക സൂചനയാണ് അനോയിൻറ്റിങ്ങിലൂടെ കിട്ടുന്നത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് അനോയിൻറ്റിങ്. അതുകൊണ്ട് ദൈവം വിശുദ്ധീകരിച്ച ഈ വസ്തുക്കളോട് ചേർന്ന് ഈ വ്യക്തിയെയും കൂടി അഭിഷേകം ചെയ്യുന്നു എന്നതിനേക്കാട്ടിലുപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലിപീഠവും ഇതും തമ്മിലുള്ള പുരോഹിതന്റെ ബന്ധത്തെക്കുറിച്ചാണ്. പുരോഹിതൻ എന്തിനു വേണ്ടി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബലിപീഠവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക. അതിനാൽ ബലിപീഠം വിശുദ്ധീകരിക്കുന്ന അതേ തൈലം ഉപയോഗിച്ചുകൊണ്ട് പുരോഹിതനെ അഭിഷേകം ചെയ്യുന്നു. ഏറ്റവും അവസാനം തൊപ്പി ധരിപ്പിച്ച് കൊണ്ടുവന്ന് കുപ്പായം അണിയിച്ച് തൊപ്പി ധരിപ്പിച്ച് പുരോഹിത ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇതാണ് പുരോഹിതന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത. 2-ാമത്തെ രംഗത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക്. ആ 2-ാമത്തെ രംഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഓരോ ദിവസവും എങ്ങനെയാണ് പുരോഹിതന്റെ ഈ 7 ദിവസം പുരോഹിതന്റെ അഭിഷേക കർമ്മം നടക്കുമ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് വെറും ഈ ഉടുപ്പ് ധരിപ്പിക്കുന്നതിലൂടെ ബലിപീഠത്തിൽ നിന്നുള്ള ബലിവസ്തു അഭിഷേകം നടത്തുന്നതിലൂടെ മാത്രമല്ല ഒരു പുരോഹിതനായിട്ട് മാറുക, മറിച്ച് അഭിഷേകത്തിന്റെ തൈലവും അതുപോലെ തന്നെ ദഹനബലിയുടെ രക്തവും ബലിപീഠത്തിന്മേലുള്ള രക്തവും എടുത്താണ് അഹറോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുന്നത്. അതായത് ഈ അഭിഷേകത്തോടൊപ്പം ദഹനബലി അർപ്പിക്കുന്നുണ്ട്, പാപപരിഹാര ബലി അർപ്പിക്കുന്നുണ്ട്, സമാധാന ബലി അർപ്പിക്കുന്നുണ്ട്, പ്രായശ്ചിത്ത ബലി അർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ബലിയർപ്പണത്തിലൂടെയാണ് പുരോഹിതൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ബലിയർപ്പണങ്ങളുടെ ഒരു ക്രമമാണ് 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. അതാണ് ലേവ്യരുടെ പുസ്തകം 8-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായിട്ട് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് പുരോഹിതന്റെ അഭിഷേകത്തിന് തൊട്ടു മുമ്പായിട്ട്
പുരോഹിത വസ്ത്രം ധരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പുരോഹിതൻ തൻ്റെ ജീവിതത്തിലൂടെ ചെയ്യുക. പുരോഹിതൻ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വക്താക്കളായിരിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അതുകൊണ്ട് പൗരോഹിത്യത്തെ നമുക്ക് കൂടുതൽ ബഹുമാനിക്കാം, ധ്യാനിക്കാം, മാനിക്കാം. അതുപോലെ തന്നെ പുരോഹിതർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള കടമ നമുക്കുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവൻ നൽകും വചനം. ജ്ഞാനം നൽകും വചനം.